മക്കൾ ഉറങ്ങിയോ? അച്ഛാ, കുഞ്ഞു ഉറങ്ങുന്ന സമയം നോക്കി അച്ഛൻ കുളിക്കണം. മോൾ ഇതൊക്കെ എന്നും പറയേണ്ട കാര്യമുണ്ടോ? സമയം കളയാതെ വേഗം ഇറങ്ങാൻ നോക്ക്. ആ ബസ്സങ്ങ് പോയാൽ ഓട്ടോ പിടിക്കണ്ടേ? 15 രൂപയുടെ സ്ഥാനത്ത് 75 രൂപയാവും. ഓഫീസിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു വീടോ ചെറിയ ഫ്ലാറ്റോ കിട്ടിയെങ്കിൽ അങ്ങോട്ട് മാറായിരുന്നു. അതാ നമുക്ക് ലാഭം. സാരമില്ലച്ചാ, ഇപ്പൊ ഈ വീട് തന്നെ മതി. ഓഫീസിനടുത്തായാ മറ്റു പല ശല്യങ്ങളും ഉണ്ടാവും. ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുന്ന പെണ്ണുങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ആണുങ്ങൾ നോക്കുന്നത്. എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആണുങ്ങളും വ്യത്യസ്തരല്ല. വീട് ഓഫീസിനടുത്തായ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവന്മാര് കയറി ഇറങ്ങാൻ തുടങ്ങും. ഞാനോടുള്ളപ്പോഴോ? ഓ, അതൊന്നും ഇങ്ങനെയുള്ളവർക്ക് പ്രശ്നമല്ല. പോരാത്തതിന് സ്വന്തം ഭർത്താവും അമ്മായിയമ്മയും പറഞ്ഞു നടന്ന അപവാദങ്ങളുടെ ദുർഗന്ധം ഇപ്പോഴും അടങ്ങിയിട്ടില്ലല്ലോ. ആ ലക്ഷ്മി, ലക്ഷ്മി. ആ, ഇടയ്ക്കെങ്ങാനും മോള് കരഞ്ഞ നീ മുറി കയറി തൊട്ടിലൊന്ന് ചെറുതായിട്ട് ആട്ടിക്കൊടുത്താൽ മതി, അവൾ ഉറങ്ങിക്കോളും. ശരി ചേച്ചി. ശരി. അവള് തൂത്തോണ്ടിരിക്കുക. നല്ല അവസരം. ലക്ഷ്മി, എടി ലക്ഷ്മി. എന്താ സാറേ? കുഞ്ഞ് കരഞ്ഞാ തൊട്ടിലൊന്ന് ആട്ടിക്കൊടുത്താ മതി. നീ എന്തിനാ കുഞ്ഞിനെ എടുത്ത് മുറ്റത്ത് കൊണ്ടുപോയത്? ഞാൻ കുഞ്ഞിനെ എടുത്തില്ല സാറേ. എടുത്തില്ലേ? ഞാൻ വീടിന്റെ പിന്നാമ്പുറം തൂത്തോണ്ടിരിക്കുക. കുഞ്ഞ് കരഞ്ഞത് ഞാൻ കേട്ടില്ല. കുഞ്ഞിന്റെ ശബ്ദം മുറ്റത്താണല്ലോ ഞാൻ കേട്ടത്. നീ എന്താ കേൾക്കാത്ത? നിന്റെ 2 ചെവി ആപ്പ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഇപ്പെങ്ങനെ ഇരിക്കുന്നു? ആവണിശ്ശേരി രാജമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. പറഞ്ഞതുപോലുള്ള ചായയൊന്നുമില്ല. ഏതായാലും കുഞ്ഞ് സുനിലിന്റെ അല്ല.
എന്റെ ദേവി, എന്റെ കുഞ്ഞ്. എടീ ലക്ഷ്മി, അയ്യോ ലക്ഷ്മി, എന്താ സാറേ? എന്റെ കുഞ്ഞ്. ഈശ്വരാ, ഞാൻ എവിടെ പോയി നോക്കും? കുഞ്ഞിന്റെ കരച്ചിൽ എങ്ങോട്ടാണ് കേൾക്കുന്നത്? ആര് കൊച്ചിനെടുത്തോണ്ട് പോണം? കൊച്ചിന് എടീ, ഇങ്ങനെ കട്ടെടുത്തോണ്ട് വന്നല്ല സ്വന്തം മോന്റെ കുഞ്ഞിനെ കാണേണ്ടത്. നാണം കെട്ടവളെ. നീ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ വീട്ടിലേക്ക് കയറി വാ. കസേരയിലോ കട്ടിലിലോ ഇരുന്ന് നിറഞ്ഞ മനസ്സോടെ നിന്റെ കൊച്ചുമോളെ കാണും. ഞാൻ നിനക്ക് ചായ ഇട്ട് തരാം. കുടുംബത്തിൽ പറഞ്ഞവര് അങ്ങനെ പെരുമാറും. ഇപ്പം നീ കാണിച്ചത് തേവിടിച്ചുകൾ ചെയ്യുന്ന പണിയാണ്. അത് കുഞ്ഞിനെ തൊട്ടിലിൽ നിന്ന് എടുത്തത് ഞാനാ. പ്രസാദിന്റെ കൊച്ചമ്മാവനാ എന്റെ മരുമകൻ. മാത്രമല്ല, ഈ കുഞ്ഞിനെ വീട്ടിൽ കയറി വന്ന് തൊട്ടിലിൽ നിന്ന് എടുക്കാൻ ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. രാജമ്മ ചേച്ചിയാണോ കുഞ്ഞിനൊന്നെടുത്തത്? അതെ, ഞാൻ തന്നെ എടുത്തത്. പറഞ്ഞത് നന്നായി. നിങ്ങളെന്റെ അളിയന്റെ അമ്മായിയമ്മയാണ് എന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളെ അമ്മയെ പോലെ കരുതണം. സംശയം എന്താ? കരുതണം. അമ്മ തന്നെ. അമ്മയെപ്പോലുള്ളൊരു സ്ത്രീയെ തല്ലുന്നത് ഗുരുത്വദോഷമാണ്. സാരമില്ല, എന്റെ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ അല്പം ഗുരുത്വദോഷം ഇരുന്നോട്ട്. മോളെ, കുഞ്ഞിനൊന്ന് പിടി. മോളെങ്ങനെ ഈ സമയത്ത് ഇവിടെ വന്നത്? രാവിലെ പാല് വാങ്ങാൻ പേഴ്സിൽ നിന്ന് ലക്ഷ്മിയുടെ കയ്യില് രൂപ എടുത്തു കൊടുത്തു. പേഴ്സ് തിരിച്ച് ഹാൻഡ് ബാഗിൽ ഇടാൻ മറന്നുപോയി അച്ഛാ. ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്ന സമയത്താ കയ്യിൽ പൈസ ഇല്ലെന്ന് മനസ്സിലായത്. കണ്ടക്ടറോട് വിവരം പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. ഇന്നിനി ഓഫീസിൽ പോകണ്ടെന്നും തീരുമാനിച്ചു. അല്ല, ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ എന്തിനാ വെറുതെ റോഡിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? കാര്യം എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. കാറിൽ കയറി പോകുന്നോ അതോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് രണ്ടിനെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കണോ? വേണോ? അയ്യോ, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നോ? എന്റെ കുഞ്ഞിനെയോ? ഈശ്വര, എന്റെ പൊന്നുമോളെ. ഞാൻ തട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല. എന്റെ മോന്റെ മേൽവിലാസത്തിൽ പറഞ്ഞ കൊച്ചല്ലേ, അതുകൊണ്ട് അതിന്റെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നി. രാജമ്മ ചേച്ചി വീട്ടിൽ കയറി കുഞ്ഞിനെ എടുത്തോണ്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടാ. ദേ, നിന്റെ കൂടെ പൊറുക്കുന്ന ഈ തെണ്ടി എന്നെ അടിച്ചു. റോഡിലായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്റെ വീട്ടിലായിരുന്നെങ്കിലേ ആ കൈ ഞാൻ വെട്ടിയേനെ. വെട്ടടി എന്റെ കൈ. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടി. ലക്ഷ്മി, എന്താ സാറേ? നീ ഓടിപ്പോയാ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഇവളെ കൈ കൊടുക്ക്. ഇവളെന്നെ വെട്ടട്ട്. രാജമ്മ ചേച്ചി, കാർ കയറ്. ഡ്രൈവർ, കാർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്നാ എന്റെ അഭിമാനം പോവും. സ്വന്തം മകന്റെ കുഞ്ഞിനെ ഈ രീതിയിൽ നടുവഴിയിൽ വെച്ച് കാണുന്നതാണോ അമ്മ അഭിമാനം? എന്നെ അഭിമാനം പഠിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. രാജമ്മ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഇതെന്താ സരോജം? കാര്യം കഴിഞ്ഞപ്പോ കൂറ് മാറുന്നു, സാക്ഷി പ്രതിയാക്കുന്നു. കൊള്ളാം. ചൂടാടിക്ക്. ആ വൃത്തികെട്ട മനുഷ്യൻ നടുറോഡിൽ വെച്ചെന്നെ അടിച്ചു. തിരിച്ചടിക്കാൻ എനിക്കപ്പോ തോന്നിയതുമില്ല. സർവാബദ്ധം ഞാൻ കാണിച്ചത്. ഇതേ മുറിയില് ഇതേ സെറ്റിൽ ഇരുന്നല്ലേ ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടാ മതിന്ന് സരോജ് എന്നോട് പറഞ്ഞത്? കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോ സരോജത്തിന്റെ വിധം മാറി. ഞാൻ എത്ര കഷ്ടപ്പെട്ട കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നെടുത്ത് ആ ഇടവഴിയിലൂടെ ഓടി വന്ന് സരോജത്തിന്റെ കാറിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നത്. അനിരുദ്ധനോ പ്രഭയോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അരജി എഴുതി കൊടുത്താൽ ഞാൻ അകത്താവും. എന്റെ കൃഷ്ണ, ആ പ്രഭയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നാതിരിക്കണേ ഭഗവാനേ. അയാൾ എന്റെ ഒരു കരണത്തടിച്ചപ്പോ ഞാൻ തിരിച്ച് അയാളുടെ 2 കരണത്തും ഓരോന്ന് പൊട്ടിക്കണമായിരുന്നു. സരോജം ഒരു കാര്യം മറക്കുന്നു. സരോജത്തിന് മാത്രമല്ല തല്ല് കിട്ടിയത്,
എനിക്കും സാമാന്യം ഭേദപ്പെട്ട ഒരടി കിട്ടിയില്ലേ? അതോ അളിയന്റെ അമ്മായിയമ്മയെ അമ്മയെ പോലെ കരുതണമെന്ന് പറഞ്ഞ് നാക്കകത്തേക്ക് ഇടുന്നതിന് മുമ്പടി കിട്ടി. ഞാൻ തിരിച്ചടിച്ചുവോ? ഇല്ലല്ലോ. ഏതായാലും നടന്നത് നടന്നു. രാജമ്മ ചേച്ചി ഈ സംഭവം ചെവി അറിയാതെ നോക്കണം. പ്രസാദ് ഒരു കാരണവശാലും ഇതറിയാൻ പാടില്ല. അവൻ അറിയാതെ ഞാൻ പ്രഭയുടെ കുട്ടിയെ കാണാൻ പോയെന്നറിഞ്ഞ ഞാൻ മകന്റെ മുമ്പിൽ ചെറുതായി പോവും. ഇപ്പൊ തന്നെ ഞങ്ങൾക്കിടയിൽ ചില പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട്. സരോജത്തിന്റെ മനസ്സിൽ പൊട്ടലും ചീറ്റലും, പക്ഷേ പ്രസാദിന്റെ മനസ്സിൽ നല്ല ഒന്നാന്തരം വെടിക്കെട്ട് തന്നെയാ നടക്കുന്നത്. അത് രാജമ്മ ചേച്ചിക്ക് എങ്ങനെ അറിയാം? പ്രസാദ് ചേച്ചിയോട് മോശമായിട്ടല്ലോ സംസാരിച്ചോ? ദേ സരോജം, എന്നെ വെറും ഒരു നുണച്ചിയാക്കി കളയരുത്. ഇവിടെ കേൾക്കുന്നത് പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടെ പോയി പറയാ, അവിടെ കേൾക്കുന്നത് വളവും തിരിവും വെച്ച് ഇവിടെ വന്ന് പറയാ. അതിനൊന്നും ഈ രാജമ്മയെ കിട്ടില്ല. ആട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സ്വത്ത് രണ്ടായി പിരിക്കാൻ പ്രസാദ് പറഞ്ഞോ? അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു? അപ്പം തന്നാ പോരെ സരോജം, അപ്പക്കാരയിൽ എത്ര കുഴിയുണ്ടെന്ന് നോക്കണോ? ഒരു കാര്യം സരോജം മനസ്സിലാക്കണം. ഇപ്പോൾ പ്രസാദ് ഉറച്ചങ്ങോട്ടൊരു തീരുമാനം എടുത്താൽ സകല സ്വത്തുക്കളും അവൻ്റേത് മാത്രമാകും. അതിനുള്ള വഴികളൊക്കെ അവൻ തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. ഞങ്ങളുടെ വല്യേട്ടൻ കരുണാകര മുതലാളിയുടെ ഉടൻ പിറവിയവൻ. കാശ് മുമ്പിൽ കണ്ടാ പിന്നെ ബന്ധവും ഇല്ല, ബന്ധുക്കളും ഇല്ല. ദേ, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പ്രഭയുടെ കുട്ടിയെ കാണാൻ പോയ കാര്യം പ്രസാദ് അറിയരുത്. എന്നോട് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് സരോജം എന്നെ അപമാനിക്കരുത്. ഞാൻ നാരദന്റെ അവതാരമൊന്നുമല്ല, പറഞ്ഞേക്കാം. ഏത് സമയത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുത്തിയിരുന്നാലേ പുറം വേദനിക്കും. ഈ കുട്ടിയുടെ ഒരു സ്വഭാവം, എപ്പം നോക്കിയാലും ജോലി തന്നെ ജോലി. എന്റെ പൊന്നുമോനെ, ചായ അങ്ങോട്ട് കുടിക്ക്. ചായ വേണ്ട. അത് കള്ളം. ചായ വേണ്ടെന്ന് നാവ് പറയുന്നു, പക്ഷെ ചുണ്ടുണങ്ങുന്നു. ഇതാ ഒരൗൺസേ ഉള്ളൂ. എന്റെ മോനങ്ങ് കുടിക്ക്. അതെ, ഞാൻ മോനോടൊരു കാര്യം പറയാം, പക്ഷേ മൂന്നാമതൊരാള് ഇതറിയരുത്. ഇല്ല, എന്താ സംഗതി? വേഗം പറ അമ്മൂമ്മ. സരോജം എന്നെയും കൂട്ടി പ്രഭയുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ കാണാൻ. സത്യമോ? അഗ്നിശുദ്ധി വരുത്തിയ നാവാ എന്റേത്. അത് കള്ളം പറയുമോ? എന്നിട്ട് അമ്മ പ്രഭയെ കണ്ടു അല്ലേ? കണ്ടുവെന്ന് ചോദിച്ചാൽ കണ്ടു, പക്ഷെ കാണേണ്ട രീതിയിൽ കണ്ടില്ല. വീണ്ടും സരോജ ആ വീട്ടിലേക്ക് പോകും. കുഞ്ഞിന് അരഞ്ഞാണും മാലയും വളയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോവാനായിരിക്കും താമസിക്കുന്നത്. അതെ, പിന്നെ മറ്റൊരു കാര്യം, ഇതും സരോജം അറിയരുത്. അമ്മൂമ്മ പറയേ, ഞാൻ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാറില്ല. നിന്റെ അച്ഛൻ അനിരുദ്ധൻ സരോജത്തിന്റെ കാരണത്ത് കൊടുത്തു ഒന്ന്. നാണമില്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസാക്കിയത് എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കാനാണോ, അതോ എന്നെ വിട്ടിയാക്കാനോ? ഒരു വിഡ്ഢിയെ വീണ്ടും വിഡ്ഢിയാക്കാൻ പറ്റുമോ സരോജം? എനിക്ക് മടുത്തു. ഇപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. പ്രസാദിന്റെ കാതിൽ വേദം ഓതി എന്റെ മോനെ എന്റെ ശത്രുവാക്കിയത് നിങ്ങൾ ഒരുത്തിയ. ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. എനിക്ക് നിങ്ങളുടെ സഹായവും വേണ്ട. എനിക്കിവിടെ ഒരു ദിവസം പോലും നിങ്ങളെ താമസിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്റെ മോൻ നിങ്ങൾ ഇവിടെ ഒരു വർഷമെങ്കിലും താമസിക്കണമെന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോ എനിക്ക് എതിർക്കാൻ തോന്നിയില്ല. ഞാൻ ഇവരോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞെന്നോ? അമ്മൂമ്മ എന്തിനാ കള്ളം പറയുന്നത്? അത് ഞാൻ അന്ന് രാത്രി മോന് ഹോർലിക്സ് കൊണ്ട് തന്നപ്പോ മോൻ അങ്ങനെ പറഞ്ഞില്ലേ? ഇല്ല,
അമ്മുമ്മ ഇവിടെ താമസിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല, അമ്മുമ്മ ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇല്ല. എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. മതി നിങ്ങളുടെ പൊറുതി. ഈ ഒരു ദിവസം കൂടി. നാളെ രാവിലെ ബാഗ് എടുത്ത് സ്ഥലം വിട്ടോണം. ഞാനിവിടുന്ന് മാറണമെങ്കിലേ സരോജം 1 മാസത്തെ നോട്ടീസ് തരണം. എന്ത് തരണം? നോട്ടീസ്. അതായത് 30 days ടൈം. നോട്ടീസ് തരാൻ ഞാൻ നിങ്ങളെ ജോലിക്കൊന്നും നിയമിച്ചിട്ടില്ല. സൂചി കടത്താൻ ഇടം കൊടുത്താൽ തൂമ്പ കടത്തുന്ന ജാതിയാ. പോയിക്കോണ 24 മണിക്കൂറിനുള്ളിൽ. 30 days നോട്ടീസ് തരുന്നില്ലെങ്കിൽ എനിക്ക് 1 മാസത്തെ ചെലവിനുള്ള തുക, അധികമൊന്നും വേണ്ട, 5000 രൂപ. അത് ക്യാഷായി തന്നെ കിട്ടണം. ക്യാഷും ഇല്ല, ചെക്കും ഇല്ല, ഡ്രാഫ്റ്റും ഇല്ല. മര്യാദക്ക് നാളെ രാവിലെ സ്ഥലം വിട്ടോണം. സരോജത്തിനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഈ രാജ്യമേ നിനക്കും ശരിക്കും അറിഞ്ഞൂടാ. ഓ, ഇനിയിപ്പോ അറിയാൻ എന്തിരിക്കുന്നു? നിങ്ങളുടെ എല്ലാ രൂപങ്ങളും ഞാൻ ശരിക്കും കണ്ടു കഴിഞ്ഞു. ദേ മോനെ, ഈ സ്ത്രീ പറയുന്ന കള്ളങ്ങൾ വിശ്വസിച്ച ഭാവിയിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി ഭവിക്കും. അതെ, എന്താ നിൽക്കുന്നത്? പോണം. എന്തിനാടാ നിന്റെ മുഖത്തെ മീശ? നിനക്കാണത്തം ഉണ്ടായിരുന്നെങ്കിലേ നിന്റെ ഭാര്യയ്ക്ക് വാടക വീട്ടിൽ താമസിക്കേണ്ട ഗതി വരുമായിരുന്നോ? ദേ, ഇനി ഞാൻ സത്യം പറയാം. ആ കൊച്ച് നിന്റെ തൽസ്വരൂപ. അതിനെ തള്ളിക്കളഞ്ഞതിന്റെ ഫലം നീ അനുഭവിക്കും. നിന്റെ കള്ളു കച്ചവടം, ബ്ലേഡ് കമ്പനി ഒക്കെ പൊളിഞ്ഞ് പാളീസായി പോവും. ഇറങ്ങി പോകാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ.